പച്ചക്കറിയും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾ കാണും. ആ കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്കും ഉണ്ട് അങ്ങനെ ഒരു കുഞ്ഞ്. അപ്പം ഞാൻ ഇന്നിവിടെ എടുത്തേക്കുന്നത് മധുരക്കിഴങ്ങാണ്. ചക്കരവള്ളിക്കിഴങ്ങെന്നൊക്കെ തമിഴ്നാട്ടിൽ പറയും, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഇത് നല്ല പോഷകഗുണമുള്ളതാണ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞ് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് കുത്തി നോക്കിയാൽ അത് പെട്ടെന്നാവും വെന്തോന്നറിയാനായിട്ട് പറ്റും. എന്നിട്ട് അതിൻ്റെ ആ ചൂടൊക്കെ പോയ ശേഷം തൊലിയൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് കൈയിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഈ ഉടച്ചെടുത്ത മധുരക്കിഴങ്ങ് നമ്മൾ ചപ്പാത്തി മാവ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് പരത്തിയ ശേഷം അതിലേക്ക് ഒരു സ്പൂണ് കൊണ്ട് തേച്ച് കൊടുക്കണം. ഒരുപാട് തേച്ചാൽ പരത്താൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് തേച്ച് കൊടുക്കണം. പിന്നെ അവരെ കഴിപ്പിക്കാനാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള ചപ്പാത്തിയിൽ തേച്ചാലും മതി. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങളൊന്ന് കഴിക്കുക, അവനൊന്ന് കഴിക്കുകയും കൂടെ കണ്ടു കഴിഞ്ഞാൽ അവൻ പറയും ഞങ്ങൾ കഴിക്കുന്നത് മതി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും 2 എണ്ണം ഇതേപോലെ എടുക്കും, എന്നാലേ അവൻ കഴിക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കണം. അത് മടക്കിയിട്ടാണ് പരത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇതിലെല്ലാം ഒട്ടിപ്പിടിക്കും, കോലിലെല്ലാം. എന്നിട്ട് നേരെ അടുപ്പയിലോട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പം നെയ്യിട്ട് വെക്കുന്നവർ അങ്ങനെ, ഇല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നെങ്കിലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നന്നായി വേവിച്ച് കൊടുക്കണം. ചെറിയ തീയിൽ വേവിക്കുന്നതാണ് നല്ലത്, കാരണം ഉൾഭാഗമൊക്കെ വേകാനാണ്. ഇനി സിമ്പിളായിട്ടൊരു കറി കൂടി അങ്ങ് റെഡിയാക്കട്ടെ. അപ്പം എൻ്റെ അമ്മ വയ്ക്കുന്ന ഉള്ളിക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഉള്ളിയൊന്നും ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കില്ല, നല്ല അലിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു തന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, ഈ സാധനം എടുത്തിട്ട്, അതായത് ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കുക. പറ്റുന്നത്ര കട്ടി കുറച്ച് അരിയാനായിട്ട് ശ്രമിക്കുക, തക്കാളി ആണേലും സവാള ആണേലും. എന്നിട്ട് ഇത് നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, അല്പം വെള്ളം, അതായത് സവാള നെകക്കെ വെള്ളം ഒഴിക്കേണ്ട, അടിയിൽ എന്തായാലും അടിക്ക് പിടിക്കാതിരിക്കാനുള്ള ഒരല്പം വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളമോ മറ്റൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കുക്കർ അടച്ച് ഫിസിലിട്ട ശേഷം ഗ്യാസ് സ്റ്റവ് ഓണാക്കി അതിൽ വെച്ചിട്ട് ഒരു 2 ഫിസിൽ അത്ര ആവശ്യമുള്ളൂ കേട്ടോ. 2 3 അടിക്കാം, പക്ഷെ ഞാൻ 2 അടിക്കുന്നുള്ളൂ. 2 ആകുമ്പോൾ തന്നെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും കേട്ടോ. സവാളയും തക്കാളിയൊക്കെ വെന്ത് നല്ല അലിയുന്ന പരുവായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊന്ന് ഉടച്ചെടുത്താൽ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ആ സമയം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടി ചൂടാക്കി എടുക്കാനായിട്ട് പോവാണേ. ഓവറായിട്ട് തീ ഇടാൻ പാടില്ല, പൊടി കരിഞ്ഞു പോകും. ഒന്നെങ്കിൽ ഓഫ് ചെയ്തിട്ടിടുക, ഇല്ലെങ്കിൽ അത് തീ കുറച്ച് വെച്ചിട്ടിടുക. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇല്ല നമ്മൾ തുമ്മിച്ചാവും. അപ്പം ഇനി ഞാൻ എന്തൊക്കെ പൊടി ഇട്ടെന്ന് പറയാം. മുളക് പൊടി, അതും എരിവില്ലാത്തതാണ്, കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. എരിവുള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്ക് എരിവുള്ള പൊടി ഇടാം കേട്ടോ. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ ഈ ഗരം മസാല തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. ചിക്കൻ മസാല ഇട്ടാൽ നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന സവാളയും തക്കാളിയും എല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഓൾറെഡി അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. സവാള നന്നായിട്ട് ഉടച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാൻ സവാള വലുതായിട്ടാണ് അരിഞ്ഞത്, അതുകൊണ്ടാണ് ഇത്ര വലുതായിട്ട് സവാള ഇരിക്കുന്നത്. വളരെ ചെറുതായിട്ട് അരിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ട് സവാള വരും, പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.